CPM-RSS കോക്കസ് ഉണ്ടെന്നൊക്കെയാണ്. അപ്പോൾ ഇത് ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ്. ഈ അജിത് കുമാർ വേഴ്സസ് യോഗേഷ് ഗുപ്തയ്ക്ക് ഒരു പരിഹാരമായിട്ടാണ് ഈ റവാഡ ചന്ദ്രശേഖറിനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിനെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനാണ്. റവാഡ ചന്ദ്രശേഖർ തന്നെ ആയിരിക്കും പോലീസ് ചീഫ് ആകാൻ പോകുന്നതെന്ന് അൻവർ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അൻവർ പറഞ്ഞതുപോലെ സംഭവിച്ചെങ്കിലും ഇതിൻ്റെ കാരണങ്ങൾ അൻവർ പറഞ്ഞതുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇത്രയും രീതിയിൽ വമ്പിച്ച രീതിയിൽ നടക്കുന്നത് ഇവിടുത്തെ ഇന്റലിജൻസിന്റെ പോരായ്മയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അങ്ങനെ തന്നെ അതിനെ വായിക്കേണ്ടതല്ലേ? അതായത് കേരളത്തിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരുപാട് സ്ലീപ്പിംഗ് സെൽസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരള ഇന്റലിജൻസും നേരത്തെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരുപാട് സ്ഥലത്ത് ഇവരുടെ സ്ലീപ്പിംഗ് സെൽസ് വളരെ വ്യാപകമായിട്ട് ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു വിവരം കേന്ദ്രത്തിനുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൊടുത്തൊരു റിപ്പോർട്ടാണത്. അപ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം NIA കോടതിയിൽ നൽകിയൊരു റിപ്പോർട്ടിലാണ് ഈ പറഞ്ഞ 900-ലധികം ആളുകൾക്ക് ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീഷണി ഉണ്ട് എന്നുള്ള അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ അത്രയും ആളുകളുണ്ട്, ഒരു ജില്ലാ ജഡ്ജി ഉൾപ്പെടെ അതിനകത്ത് വന്നിട്ടുണ്ട് എന്നൊരു ലിസ്റ്റ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനുശേഷം വലിയ ചർച്ച ഈ മന്ത്രി തലത്തിലും, അതായത് കേന്ദ്ര മന്ത്രിസഭാ തലത്തിലും കേരളത്തിലും ഒക്കെ വന്നു. അതായത് നിരോധിത സംഘടനയ്ക്ക് ഇത്രയും ഗ്രിപ്പ് കേരളത്തിലുണ്ട് എങ്കിൽ അതിനെ ഒതുക്കേണ്ട ആവശ്യം കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയുമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും അതിൻ്റെ അനുബന്ധ മറ്റ് SDPI ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പോഷക സംഘടനകളെയും ഒക്കെ ഒതുക്കുക എന്നൊരു ലക്ഷ്യം ഒരു നയമായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെയുമാണെങ്കിലും അത്തരത്തിലുള്ള ഒരു നിരോധിത സംഘടനയുടെ, പ്രത്യേകിച്ച് രാജ്യത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാണ്ടാക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഇതിന് മുൻ കാലഘട്ടങ്ങളിൽ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NIA ഒക്കെ വന്ന് 1-2 ആളുകളെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേരള പോലീസും സംസ്ഥാന സർക്കാരും പോലും അറിയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു മികച്ച ഒരു DGP അല്ലെങ്കിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വേണം എന്നത് കേന്ദ്രത്തിൻ്റെ കർശന നിർദ്ദേശമാണ്. കാരണം പല ഘട്ടങ്ങളിലും കേരള പോലീസിന് ഒരു കൃത്യമായിട്ടൊരു നേതൃത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലുള്ള ഭീകര സംഘടനകൾ കേരളത്തിൽ തഴച്ചു വളരുന്നത് തടയാൻ കേരളത്തിനാവുന്നില്ല എന്നൊരു നിലപാട് കേന്ദ്രത്തിനുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കേരളം നൽകിയ 5 പേരുടെ ലിസ്റ്റിൽ നിന്ന് 3 പേരുടെ അന്തിമ ലിസ്റ്റും അതിൽ റവാഡ ചന്ദ്രശേഖറിന് കൂടുതൽ സാധ്യതകളും നൽകി ഒരു ലിസ്റ്റ് കേരളത്തിന് കൊടുക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.